നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ 26 ആണ് ഇന്നത്തെ തേർഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തി രാജ് ആണ്. അപ്പോൾ പഞ്ചായത്തി രാജിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് പഞ്ചായത്തി രാജ് ആണ്. നോക്കാം പഞ്ചായത്തി രാജിനെ പറ്റി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്ന്. ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് എങ്ങനെയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാൻ, രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 1959 തന്നെയാണ് ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന് ഓർക്കുക. ഇത്രയാണ് ബേസിക് ഫാക്ട്. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. 1959 ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. അപ്പോൾ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കൊല്ലപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ബൽവന്ത് റായ് മേത്തയുടെ ഒരു ഫാക്ട് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു? മുഖ്യമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ വ്യക്തിയാണ് ബൽവന്ത് റായ് മേത്ത. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുകൂടി ഓർക്കുക. ഇന്ത്യയില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ ഉൾപ്പെടെയുള്ള ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന 100 ദിവസത്തെ LDC മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂൺ 30. ഈ കോഴ്സിന്റെ പേര് ജേതാവ് എന്നാണ്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ഈ കോഴ്സ് കിട്ടുന്നതാണ്. ഇതിൽ 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ടോപ്പിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണെങ്കിൽ 70 ഡേ ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂലൈ 1. ഇതിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. 9 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. ഈ കോഴ്സും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസും കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9% കൂടി കിട്ടുന്നതാണ്. അങ്ങനെ ടോട്ടൽ 19% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 40. അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 73-ാം ഭേദഗതി 1992 ആണെന്ന് പറഞ്ഞു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാ? 73-ാം ഭേദഗതി 1992. പഞ്ചായത്തി രാജ് നിയമം എന്നാണ് നിലവിൽ വന്നത്? 1993 ഏപ്രിൽ മാസം 24. പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 ഏപ്രിൽ മാസം 24. ഇനി ഓർക്കേണ്ട 2-3 പോയിന്റ്സ് ആണ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? മഹാത്മാഗാന്ധി. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? MN റോയ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? MN റോയ് ആണ്. MN റോയ്. അടുത്തത് കില.
കില എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. കില എന്ന് പറയുമ്പം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. കിലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവാണെന്ന് ഓർക്കുക. ഓക്കെ. ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ മാസം 24. ഏപ്രിൽ മാസം 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനം. 2011 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. മുൻപ് ഫെബ്രുവരി 19 ആയിരുന്നു. ഓക്കെ, 2011 മുതൽ ഏപ്രിൽ 24 മുൻപ് ഫെബ്രുവരി 19 ഓർക്കുക. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റി. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ LM സിംഗ്വി കമ്മിറ്റിയാണ്. സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. നേരത്തെ പറഞ്ഞത് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണം ബൽവന്ത് റായി മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. എന്നാൽ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? അത് PK തുങ്കനാണ്. PK തുങ്കൻ. ഇവരുടെയൊക്കെ പേര് ഓർത്ത് വെക്കാം. PK തുങ്കൻ. ഓക്കെ, പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവനാണ് PK തുങ്കൻ. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹറാവു ആണ് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് എന്ന് ഓർക്കുക. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? EMS ആണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി. പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? നവീകരിക്കുന്നതിന് വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്തി രാജ് സംവിധാനത്തിലുള്ള അടിസ്ഥാനം ഗ്രാമസഭയാണെന്ന് ഓർക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഏതാണ്? ഗ്രാമസഭയാണ്. ഇനി ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A ആണ്. അപ്പൊ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ? 243A ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം 10ൽ 1 ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് 1999-2000 ആണ് ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം. ഇമ്പോർട്ടന്റ് ചോദ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം 50% വനിതാ സംവരണമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധിയോ 5 വർഷമാണ് കാലാവധി ഭരണസമിതിയുടെ. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി സെൻ കമ്മിറ്റിയാണെന്ന് ഓർക്കുക. സെൻ കമ്മിറ്റിയാണ് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? സെൻ കമ്മിറ്റിയാണ്. പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. അതുപോലെ മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലാണ് പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്തത്. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243O വരെയാണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നേരത്തെ പറഞ്ഞു 243A ഗ്രാമസഭയാണെന്ന് പറഞ്ഞു.
ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 വരെയാണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്താണ്, 9ാം പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ 9ാം പട്ടികയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 11ാം പട്ടികയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 9ാം ഭാഗവും പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ 11ാം പട്ടികയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ 11ാം പട്ടികയിൽ പഞ്ചായത്തുകൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന 29 സബ്ജക്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 29 സബ്ജക്റ്റുകളെ കുറിച്ച് ഇവിടെ 11ാം പട്ടികയിൽ പഞ്ചായത്തുകൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന 29 സബ്ജക്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പഞ്ചായത്തി രാജ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്, അതും കൂടി ഓർക്കുക. പഞ്ചായത്തി രാജ് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി ഏതാ? സ്വരാജ് ട്രോഫിയാണ്. ഓക്കെ, അടുത്തത് നഗരപാലികാ നിയമം. മുനിസിപ്പാലിറ്റി ആക്ട് ആണ് നഗരപാലികാ നിയമം. 1992 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലികാ നിയമം പാസാക്കിയത്. ഇന്ത്യയിൽ നഗരപാലികാ നിയമം നിലവിൽ വന്നതെന്ന് 1993 ജൂൺ മാസം 1. 1993 ജൂൺ മാസം 1 ഇന്ത്യയിൽ നഗരപാലികാ നിയമം നിലവിൽ വന്നത്. ഭരണഘടനയുടെ ഭാഗം 9A നഗരപാലികാ നിയമത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിളോ 243P മുതൽ 243Z വരെയാണ് മുനിസിപ്പാലിറ്റി നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 243P മുതൽ 243Z വരെയാണ് മുനിസിപ്പാലിറ്റി നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 12ാം പട്ടികയിൽ, അവസാനത്തെ പട്ടികയിലാണ് നഗരപാലികാ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 12ാം പട്ടികയിലാണ് നഗരപാലികാ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12ാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികൾക്ക് നിയമം നിർമ്മിക്കാവുന്ന 18 സബ്ജക്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 18 സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പോൾ 12ാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികൾക്ക് നിയമം നിർമ്മിക്കാവുന്ന 18 സബ്ജക്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ. വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ചെറിയ പട്ടണമാകുമ്പോൾ മുനിസിപ്പൽ കൗൺസിലും, വലിയ പട്ടണമാകുമ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനും. മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുഖ്യ എക്സിക്യൂട്ടീവ് മേയറും മുനിസിപ്പാലിറ്റിയുടെ പ്രധാന എക്സിക്യൂട്ടീവ് മുനിസിപ്പൽ ചെയർമാനുമാണ്. മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുഖ്യ എക്സിക്യൂട്ടീവ് ആരാ? മേയറാണ്, മേയർ. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പ്രധാന എക്സിക്യൂട്ടീവ് ആരാണ്? മുനിസിപ്പൽ ചെയർമാനുമാണ്. ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് മദ്രാസിലാണ്. 1688 ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത്. എവിടെയാണ്? മദ്രാസ്. 1688. ബോംബെയിലും കൽക്കട്ടയിലും മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സ്ഥാപിതമായ വർഷം 1726 1726. അപ്പൊ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് മദ്രാസിലാണ് 1688. ബോംബെയിലും കൽക്കട്ടയിലും മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സ്ഥാപിതമായ വർഷം 1726 ഓർക്കുക. കൂടാതെ അൺഅക്കാഡമിയിൽ HSA സോഷ്യൽ സയൻസിന് വേണ്ടി ജൂൺ 23 ഓൾറെഡി ഒരു കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിൽ മൻസൂർ അലി സാറും രഞ്ജിത്ത് സാറുമാണ് ക്ലാസ് എടുക്കുന്നത്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്ന ആ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.